ഒരു തുള്ളി മേക്കപ്പ് പോലും ഇടാതെ ഞാനിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള ഒരു ഗ്ലോ ആണ്. സൺ ടാനൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ആകാനും സ്കിൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് തരാനും ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ യൂസ് ചെയ്താൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നമ്മുടെ സ്കിന്നിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ നിങ്ങൾക്കിതൊക്കെ ചെയ്യാൻ മടിയാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. ഇത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എത്ര സമയമില്ലാത്തവരാണെങ്കിലും കോളേജ് സ്കൂൾ ഗോയിങ് കുട്ടികളാണ്, തിരക്കാണ്, ഓഫീസിൽ പോകണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതോടൊപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് റിയലി യൂസ്ഫുൾ ആൻഡ് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് ഈ ഒരു ഫേസ് പാക്കിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ A to Z ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. സോ മിസ്സാക്കാണ്ട് ഫുള്ള് കണ്ടു നോക്കുക. ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മാജിക്കൽ പാക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒളിപ്പിച്ച് വയ്ക്കാനാണ് തോന്നുന്നത്. എന്നാലും ഞാൻ ഒരു പാക്ക് നിങ്ങളുടെ അടുത്ത് ഒളിപ്പിച്ച് വെക്കാതെ കാണിച്ചു തരുമല്ലോ. സോ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് സ്കിന്നൊന്ന് ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ബിഫോർ ദാറ്റ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എളുപ്പത്തിൽ നമുക്ക് കോഫി പൗഡർ എടുക്കാം. എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് കോഫി പൗഡർ എടുക്കുക. അത് വെച്ചിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. കോഫി വന്നിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ അതുപോലെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് തരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതോടൊപ്പം നമുക്ക് നല്ല നറിഷ്മെൻ്റ് ആണ് ഈ ഒരു കോഫി പൗഡറൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫ്രഷ്നെസ്സും ഗ്ലോയും ഗ്ലാസ് സ്കിൻ എഫക്റ്റ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കോഫി പൗഡർ നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി മഞ്ഞൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അലോവേര ജെല്ലി യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കോഫി യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും സ്വാഭാവികമായിട്ടും. ഇനി ആർക്കെങ്കിലും പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം സോറി ഗൈസ്, ഇത്രയും മാജിക്കലായിട്ടുള്ള ഈ ഒരു പാക്ക് നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ വേറെ നമ്മുടെ ചാനലിലുള്ള പാക്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ പാക്സൊക്കെ ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഫി പൗഡറിനൊപ്പം നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രീമി ആയിട്ടുള്ള തിക്കായിട്ടുള്ള തൈരാണ്. നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. നാച്ചുറലായിട്ടുള്ള തൈര് എടുക്കുക. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ തൈര് കിട്ടുന്നത് അതെടുക്കുക. ഇത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്യാനും നറിഷ് ചെയ്യാനും എല്ലാത്തിനും സഹായിക്കുന്നതാണ്. മെയിനായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും നമുക്ക് റിസൾട്ട് തരുന്നത് സൺ ടാൻ റിമൂവ് ചെയ്യാനാണ്. നമുക്ക് വെയിലേറ്റ കരിവാളിപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് മാറ്റാനായിട്ട് ഈ ഒരു പാക്ക് മാത്രം മതി. ഈ രണ്ട് ഇൻഗ്രീഡിയൻസും നല്ലോണം മിക്സാക്കി നല്ലൊരു ക്രീം തിക്ക് പേസ്റ്റ് ആക്കുക. ഞാൻ ഇപ്പോൾ വിചാരിക്കുകയാണ് എൻ്റെ കോളേജ് ടൈമിലൊക്കെ എനിക്ക് ഈ കാര്യം അറിയാമായിരുന്നിരുന്നെങ്കിൽ ഞാൻ കോളേജിൽ പോകുമ്പോഴൊക്കെ തന്നെ എനിക്ക് എപ്പോഴും സൺ ടാൻ ആവും. പിന്നെ പൊടി, എപ്പോഴും വണ്ടിയൊക്കെ പോകുന്ന ഒരു ഗ്രൗണ്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും ബസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. അങ്ങനെ ഒരുപാട് പൊടിയടിക്കാറുണ്ട്. ആ ഒരു ടൈമിലൊക്കെ ഞാൻ നന്നായിട്ട് നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് സ്കിന്ന്. പിന്നെ ഒട്ടും തന്നെ സ്കിൻ കെയറിനെ പറ്റി അറിയത്തുമില്ലായിരുന്നു. സോ നിങ്ങൾക്ക് അതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാനായിട്ട് പറ്റും. തൈരൊക്കെ സെറ്റാവുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അല്ലാതെ ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസിനും ദയവ് ചെയ്ത് നിങ്ങൾ ഓൾട്ടർനേറ്റീവ് എടുക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് പറ്റില്ല എന്നാണെങ്കിൽ ഈ ഒരു പാക്ക് തന്നെ അങ്ങ് സ്കിപ്പ് ചെയ്യുക. വേറെ മാർഗ്ഗമില്ല. അത്രമാത്രം റിസൾട്ട് നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻസും തമ്മിലുള്ള കോമ്പിനേഷൻ തരുന്നുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള കോഫിയുടെ മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡാൽഗാനോ കോഫി ക്യാപ്പുച്ചീനോയുടെ ഒക്കെ ബേസ് ഉണ്ടല്ലോ, നല്ല കട്ടിയായിട്ട് തിക്കായിട്ട് അതുപോലെ ആയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ്. പാലൊന്നും യൂസ് ചെയ്താൽ നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടില്ല. നമുക്ക് കുറച്ചുകൂടെ കുറവായിരിക്കും പാല് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മാറ്റം. പക്ഷെ തൈരാണ് ദ ബെസ്റ്റ് ആയിട്ടുള്ളത്. തൈരും കോഫി പൗഡറും കൂടെ തന്നെ മിക്സ് ആക്കുക. ഒട്ടും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കിന് പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു പാക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ചാനലിൽ തന്നെ എന്തുമാത്രം പാക്സാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇത് ഒരു 99% ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും തന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്ന സംഭവം അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഡയറി പ്രോഡക്റ്റ്സ് അലർജി ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു പാക്കിങ് സ്കിപ്പ് ചെയ്തേക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ആക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ്
ടൈമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കഴുത്തിലോ ചെവിയുടെ പുറകിലായിട്ട് ഒരു ചെറിയ പോർഷൻ അപ്ലൈ ചെയ്തിട്ട് നോക്കുക. കയ്യിലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നോക്കുക. എന്നിട്ട് ആദ്യത്തെ ദിവസം നിങ്ങൾ ഈ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. അങ്ങനെ ഒന്ന് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ശീലമാക്കി കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു പാക്ക് സെറ്റ് ആവുന്നുണ്ടെന്ന് ഉറപ്പ് വന്നതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരാണ്, നിങ്ങൾ പാക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 15 വയസ്സിന് മുകളിലുള്ള ഒരുവിധം എല്ലാ സ്കിൻ ടോണിനും സ്കിൻ ടൈപ്പിനും ചേരുന്ന ഫേസ് പാക്കാണ്. ഓയിലി സ്കിന്നാണ്, നിങ്ങൾക്ക് തൈര് സെറ്റ് ആവില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കിന് പകരം ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പാക്സ് ഒരുപാട് നമ്മുടെ ചാനലിലുണ്ട്. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക, അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് പറയാൻ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ പറ്റി നല്ല ധാരണ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ സെറ്റ് ആവുന്നത് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഈ ഒരു മാസ്ക് ഇട്ട് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അത് പകരം വയ്ക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ ഓൾട്ടർനേറ്റീവ്സ് പറയാത്തത്. സാധാരണ എല്ലാ പാക്കിലും വീഡിയോസിലും ഞാൻ ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് തരാറുണ്ട് നിങ്ങൾക്ക്. പക്ഷേ ഇന്ന് എനിക്ക് ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഒന്നും തരാൻ പറ്റാത്ത അത്രയും ഗുണങ്ങളുള്ള ഒരു പാക്കാണ്. ഈ 2 ഇൻഗ്രീഡിയൻസും തമ്മിലുള്ള കോമ്പിനേഷൻ ബെസ്റ്റാണ് ഗൈസ്, ബെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ 7 ദിവസം നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കൂ. ചലഞ്ച് തന്നെ വെച്ചിട്ട് യൂസ് ചെയ്ത് നോക്കൂ. നന്നായിട്ട് നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. ഉറപ്പായിട്ട് നിങ്ങൾ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ കഴുത്തൊരു നിറമായിരിക്കും, പിന്നെ നമ്മുടെ മുഖം വേറൊരു നിറമായിരിക്കും. തീർച്ചയായിട്ടും അത്രയും ഡ്രാസ്റ്റിക് ചേഞ്ച് കിട്ടുന്ന ഒരു പാക്കാണ്. പിന്നെ ഇതൊരു 15 മിനിറ്റ് നമ്മുടെ മുഖത്ത് വെച്ചേക്കുക. 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചിരുന്നാൽ മതി. തുടക്കക്കാരാണെങ്കിൽ 5 മിനിറ്റ് ഒക്കെ ഒന്ന് വെച്ച് പരിചയപ്പെടുത്തിയതിന് ശേഷം 15 മിനിറ്റ് 10 മിനിറ്റൊക്കെ നിങ്ങൾക്ക് വെച്ചേക്കാം. എന്നിട്ട് 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു 7 ദിവസം കഴിയുമ്പോൾ നല്ല ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുമല്ലോ. അതിനുശേഷം ആഴ്ചയിൽ 4 ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഴ്ചയിൽ 3 ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കൊണ്ടുവരിക, കുറച്ച് കൊണ്ടുവരിക. പക്ഷേ ഒരിക്കലും നിങ്ങളിത് നിർത്തിപ്പോരുത്. 3 ദിവസം അല്ലെങ്കിൽ കുറഞ്ഞത് 2 ദിവസമെങ്കിലും ആഴ്ചയിൽ നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കണം. വീക്ക്ലി 2 or 3 കൺസിസ്റ്റൻ്റ് ആയിട്ടും നിങ്ങൾ ഈ പാക്ക് ഇട്ട് കൊടുക്കണം. വേറെ ഒന്നും നിങ്ങൾക്ക് ആവശ്യം വരില്ല. ഈ 2 ഇൻഗ്രീഡിയൻസും സെറ്റ് ആവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ നിങ്ങൾ ഓയിലി സ്കിന്നാണ്, നിങ്ങൾക്ക് തൈര് എപ്പോഴും യൂസ് ചെയ്യുന്ന സെറ്റ് ആവാത്തവരാണെങ്കിൽ, നിങ്ങൾക്കിപ്പം ഇൻസ്റ്റൻ്റായിട്ട് ആ ഒരു ചേഞ്ച് വേണ്ട എന്നാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് വന്നിട്ട് ആഴ്ചയിൽ 2-3 ദിവസം വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. തൈരൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസമൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടോ എന്തുമാത്രം നല്ല മാറ്റമാണ് ഉണ്ടായത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാക്കാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്ന പാക്കാണ് കേട്ടോ. മുന്നേ നമ്മുടെ വീഡിയോസിൽ ഒരിക്കൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇപ്പോൾ കലർത്താനായിട്ട് നിൽക്കേണ്ട. ഇത് രണ്ടും തന്നെ മതി. ഇതാ ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റം നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിൻ്റെയോടൊപ്പം ബാക്കി എന്ത് ചേർക്കാനാണ്, എന്തിൻ്റെ ആവശ്യമാണുള്ളത്? അത്രയും സിമ്പിളാണ്. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം. 1 സ്പൂണാണോ 2 സ്പൂണാണോ എത്രയാണോ നിങ്ങൾക്ക് തൈര് വേണ്ടത് അത്ര എടുക്കുക. എന്നിട്ട് ആ തൈര് എടുക്കുന്നതിൻ്റെ പകുതി നമ്മൾ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. കോഫി പൗഡർ നല്ല ഇനഫ് ക്വാണ്ടിറ്റി ചേർത്ത് കൊടുക്കണം. അല്ലാതെ ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ അത്ര വലിയ റിസൾട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. തൈര് 2 സ്പൂൺ എടുക്കുന്നുണ്ടെങ്കിൽ കോഫി പൗഡർ 1 സ്പൂൺ എടുക്കുക. ചെറിയ സ്പൂണിലാണെങ്കിൽ അങ്ങനെ, വലിയ സ്പൂണിലാണെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് എടുക്കുക. നമ്മൾ എത്ര ക്വാണ്ടിറ്റി തൈരാണോ എടുക്കുന്നത് അതിൻ്റെ ഹാഫ് ക്വാണ്ടിറ്റി നമ്മുടെ ഈ ഒരു കോഫി പൗഡർ എടുക്കണം. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എത്ര 2-3 സ്പൂൺ തയ്യാറാക്കണോ അതോ 1 സ്പൂൺ മതിയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ഇൻസ്റ്റൻ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഒരുപാട് നേരം ഇങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ നാളത്തേക്കും എല്ലാം കൂടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇൻസ്റ്റൻ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കോഫി പൗഡറൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ വെച്ചേക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതൊക്കെ വെച്ചേക്കാൻ പറ്റും. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്കിങ്ങനെ ചുരുട്ടി മടക്കിയൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാകുമ്പോൾ തരികളൊന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമ്മൾ അതിനുശേഷം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അലോവേര ജെല്ല് വെച്ചിട്ട്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പാക്കാണ്. നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയിൽ നിന്ന് ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോരുത്. ഒരുപാട് വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ബൈ, ടാറ്റാ.